പാലക്കാട് ആലത്തൂർ ബാറിൽ വെടിവെപ്പ്. കാവശ്ശേരി കല്ലേപ്പുള്ളിയിലെ ചിത്രാപുരി ബാറിലാണ് വെടിവെപ്പുണ്ടായത്. മാനേജർ രഘുനന്ദന് വെടിയേറ്റു. ഇന്നലെ രാത്രി 11:30 കൂടിയാണ് സംഭവം. 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ യുവാക്കളാണ് ഈ വെടിയുതിർത്തതെന്ന് പറയുന്നു. ഈ തോക്കുമായി ഇവർ ഈ ബാറിലേക്ക് കടന്നു വരികയായിരുന്നോ? പിന്നിൽ അതായത് ഈ വെടിവെപ്പിന്റെ വിവരം പുറത്തു വന്നത് മുതൽ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്നൊരു കാര്യം എന്താണ് ഈ ഒരു വെടിവെപ്പിലേക്ക് എത്തിയത് എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബാറിലെ ജീവനക്കാരുമായി സംസാരിച്ചിരുന്നു. അവർ നൽകുന്ന വിവരപ്രകാരം ഇന്നലെ വൈകിട്ട് 6:30 മണിയോടുകൂടി 3 യുവാക്കൾ ഈ ബാറിലേക്ക് എത്തി. അവരിവിടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സർവീസ് മോശമാണെന്ന് പറഞ്ഞ് ജീവനക്കാരുമായി ഒരു പ്രശ്നമുണ്ടാവുകയായിരുന്നു. ശേഷം ഇവർ പോയി. പിന്നെ വൈകിട്ടോടുകൂടി ഒരു 10:30 മണിയോടുകൂടി ഒരു കൊട്ടേഷൻ സംഘവുമായാണ് പിന്നീട് ഇവർ ഈ ബാറിലേക്ക് തിരിച്ചു വന്നത്. ഇവർ 6-7 ആളുകളായാണ് ഇവിടേക്ക് തിരിച്ചു വന്നത്. ഇതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബിയർ കുപ്പികൾ ഉൾപ്പെടെ ഇവർ ജീവനക്കാർക്കെതിരെ എറിയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എയർ ഗൺ ഉപയോഗിച്ച് ഇവർ ഈ ബാറിലെ മാനേജറായ രഘുനന്ദന് നേരെ ഇവർ വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രഘുനന്ദൻ ഇവരുടെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ തോക്ക് കണ്ട് ഭയന്ന് രഘുനന്ദൻ തിരിച്ച് ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ആ സമയത്ത് രഘുനന്ദന്റെ ഇടുപ്പിലേക്കാണ് ഇവർ വെടിവെച്ചത്. രഘുനന്ദന്റെ നട്ടലിനാണ് ഇപ്പോൾ ഏതായാലും വെടിയേറ്റിട്ടുള്ളത്. ഈ ബാറിലെ ജീവനക്കാരനായിട്ടുള്ള രമേശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, എന്താ ശരിക്കും ഉണ്ടായത്? അതെ, നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നവർ അവിടെ ഭക്ഷണം സർവീസ് നേരം വൈകിയെന്നും പറഞ്ഞിട്ട് അവിടെ തന്നെ കസേരയൊക്കെ എടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ആ സമയത്ത് നമ്മുടെ സ്റ്റാഫായിട്ട് സംസാരം ഉണ്ടായി. അങ്ങനെ അവർ കഴിഞ്ഞ് തിരിച്ചു പോയതാണ്. തിരിച്ചു പോയിട്ട് പിന്നെ രാത്രിയിലാണ് വന്നിട്ട് ഏതൊക്കെ കുറച്ച് പേര് കൂടിയിട്ട് വണ്ടിയിൽ വന്നിട്ട് അവിടെ ബാറിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. അവിടെ നിന്നാണ് പിടിവലി കാര്യങ്ങളുണ്ടായത്. ഇപ്പോൾ അവർ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച് ഇതായിട്ട് പിടിവലിയുടെ ഇടയിൽ ഇയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി. രഘുവിന്, മാനേജറാണ്, രഘുവിന് പിടികൊണ്ട്. എത്ര പേരുണ്ടായിരുന്നു CCTV ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്? 6-7 പേര് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എൻ്റെ രാത്രി കാരണം മുഴുക്കൻ അറിയില്ല നമുക്ക്. ഒരു പുതിയ ബാറാണ്, ആളുകൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അതെ അതെ അതെ. അതിപ്പോൾ ഒരു 6 മാസം. ഈ യുവാക്കൾ എവിടെയുള്ള ആളുകളാണെന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നു? മുഴുക്കൻ അങ്ങോട്ട് അറിവില്ല. പോലീസുകാർക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ എവിടെയുള്ളവരൊക്കെ എന്നുള്ളത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നിൽ അതായത് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ 4 പേര് കഞ്ചിക്കോട് സ്വദേശികളാണ്. ഇവരാണ് ഇന്നലെ ഈ ബാറിലേക്ക് എത്തി ഈ ഒരു പ്രശ്നം മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവർ ഇവിടേക്ക് എത്തുകയും പിന്നീട് ജീവനക്കാരുമായി ഒരു വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനുശേഷമാണ് 10 മണിയോടുകൂടി ഇവർ സുഹൃത്തുക്കളായ കൊട്ടേഷൻ സംഘത്തിലെ ചില ആളുകളുമായി ഈ ബാറിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ 10:30 മണിയോടുകൂടി എത്തിയ യുവാക്കൾ പിന്നീട് ബാറിലുണ്ടായിരുന്ന ബിയർ കുപ്പികൾ ഉൾപ്പെടെ എടുത്ത് ജീവനക്കാർക്കെതിരെ എറിയുകയായിരുന്നു. പരമാവധി ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാവരും ചേർന്ന് ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് ഉപയോഗിച്ച ഈ യുവാക്കളിൽ ഒരാൾ ഈ ബാറിലെ മാനേജറായ രഘുനന്ദന് നേരെ വെടിവെക്കുകയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ഇവിടെ നിന്ന് ഈ തോക്ക് കണ്ട ഉടൻ തന്നെ രഘുനന്ദൻ ഇവിടെ നിന്ന് ഈ ബാറിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിനിടയിലാണ് രഘുനന്ദന്റെ ഇടുപ്പിലേക്ക് ഈ യുവാക്കളിൽ ഒരാൾ വെടിവെച്ചത്. നിലവിൽ ഇപ്പോൾ ഏതായാലും രഘുനന്ദൻ ചികിത്സയിലാണ്. ഒറ്റപ്പാലത്തുള്ള ഒറ്റപ്പാലത്തെ പിന്നിൽ അതായത് ഇപ്പോൾ രഘുനന്ദൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ നിലവിൽ രഘുനന്ദനെ ICUയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. രഘുനന്ദൻ ഇപ്പോൾ ഏതായാലും വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ആരോഗ്യം വീണ്ടെടുക്കുന്നതായാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ചുള്ള വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു പക്ഷേ രഘുനന്ദനെ ICUയിൽ നിന്ന് മാറ്റിയേക്കാം. പക്ഷേ ഏതായാലും ഒരു വെടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലാണ്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം 5 പേരെയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവർ ഇന്നലെ മദ്യലഹരിയിലായത് കൊണ്ട് തന്നെ പോലീസിനെ ചോദ്യം ചെയ്യുന്നതിൽ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഇവരെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ 4 പേര് കഞ്ചിക്കോട് സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ ഏതായാലും ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് നമ്മളോട് ബാറിലെ ജീവനക്കാർ അല്ലെങ്കിൽ ബാറുമായി ബന്ധപ്പെട്ട ഒരാൾ സംസാരിച്ചിരുന്നു. ഇവർ നൽകിയ വിവരപ്രകാരം ഇതാണ് ഉണ്ടായത്. അതായത് 6:30 മണിയോടുകൂടി ഈ യുവാക്കളിലെ 3 ആളുകൾ ഈ ബാറിലേക്ക് കല്ലേപ്പുള്ളിയിലെ ഈ ബാറിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നൽകിയത്.